ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ നേതൃത്വത്തിലിരിക്കേണ്ട ഈ സതീശൻ എന്ന് പറയുന്ന VD സതീശൻ ഇപ്പോ എന്തോ മേനോൻ സതീശനായി, നിങ്ങൾക്ക് പരിചയമില്ലാത്ത സതീശനായി മാറി. ആ സതീശൻ ഈ ലഹരി മാഫിയ സംഘങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ MDMA-യുമായി പിടിച്ചു. അവരുടെ കൂടെയുള്ള പടങ്ങവും അവരുടെ കൂടെയുള്ള വീഡിയോസും ഒക്കെ പുറത്തു വന്നു. പിന്നീട് അതാ വരുന്നു ഇദ്ദേഹം തന്നെ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഈ ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ട ആളുടെ പോസ്റ്റുകൾ വരുന്നു. എന്താ പോസ്റ്റ്? ഈ സതീശനെ കുറിച്ചുള്ള പോസ്റ്റാ. അദ്ദേഹത്തിന് വേണ്ടി ഇടപെടുന്നത് ഞങ്ങളാണ്. നവമാധ്യമത്തിൽ സോഷ്യൽ മീഡിയയിൽ VD സതീശനെതിരെ ആരെന്ത് പറഞ്ഞാലും അവർക്കെതിരെ ഏത് അക്രമത്തിനും തയ്യാറായി ഞങ്ങളുണ്ട് എന്ന് പറയുന്നവരാണ് ഈ MDMA ഈ മാഫിയ സംഘങ്ങൾ. ആ സംഘങ്ങളെ കുറിച്ച് വലിയ വാർത്ത വന്നു. ഈ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ഉന്നയിച്ചു. ഞങ്ങളും സ്വാഭാവികമായിട്ടും അവരെ ഈ സതീശൻ തള്ളിപ്പറയുകയും അവരുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുകയും എന്നൊക്കെ പ്രതീക്ഷിച്ചു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ഈ സതീശൻ വന്ന് പറയാണ്, എനിക്കവരെ 2023 നവകേരള സദസ്സിൽ മാത്രമേ പരിചയമുള്ളൂ എന്ന്. അല്ലേ? എങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുക? ഞങ്ങൾ DYFI ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു നുണ മത്സരം നടത്തിയിട്ട് കേരളത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ കേരളത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം നുണയാണ്, ആവർത്തിച്ച് നുണ പറയുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ മുമ്പിൽ. ആ പറഞ്ഞ മനുഷ്യൻ ഇതാ ഗതികേടിന് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിയായി വന്നു. സാധാരണഗതിയിൽ നമ്മൾ കരുതും കുറച്ച് വലുതായാൽ ഒന്ന് മുതിർന്നാൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ എന്താ പറയാ, ചെറുപ്പത്തിൽ തന്നെ എന്തുണ്ടായാലും കള്ളം പറയരുതല്ലേ, സത്യം പറഞ്ഞ് ശീലിക്കണം. അപ്പൊ ഇദ്ദേഹത്തെ AICC-യോ മുസ്ലിം ലീഗോ ഒക്കെ തിരുത്തി കാണുന്ന നമ്മളും കരുതി, അല്ലെ ജമാഅത്തെ ഇസ്ലാമി എങ്കിലും ചുരുങ്ങിയത് തിരുത്തണ്ടേ ഇങ്ങനെ നുണ പറയുന്ന ഒരു മനുഷ്യനെ. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയായപ്പോ ഈ ചെറുപ്പകാലത്തുള്ള ശീലത്തിൽ ഒരു മാറ്റവും ഇല്ല. അവര് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക, നുണ മാത്രം ആയുധമാക്കുക. എന്തൊക്കെ നുണ പറഞ്ഞു. അവസാനം പ്രളയകാലത്ത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? പ്രളയകാലത്ത് മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിന് ഒരു അനുഭവമുണ്ട്. ഈ പ്രളയ സമയത്ത്, ദുരന്ത സമയത്ത്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരളത്തെ ചേർത്തു പിടിക്കാൻ കേരളത്തിന് ധൈര്യമായി, സാധാരണക്കാരന് പ്രതീക്ഷയായി, കരുത്തായി കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരുണ്ടാകാറുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ മേനോൻ സതീശൻ ആ പ്രവർത്തനത്തിനില്ല. ഹെലികോപ്റ്ററിൽ പറന്ന് നടക്കുക. എന്തോ പുതുമ കൊണ്ടാവാം ഇങ്ങനെ നടക്കുക, പോണ്ടെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല കേട്ടോ. അപ്പൊ പോകുന്നത് അന്വേഷിച്ചു മാധ്യമങ്ങൾ. അപ്പോ പറഞ്ഞു അമ്മായിയപ്പനെ കാണാൻ പോയതാ. അയ്യപ്പനൊക്കെ കാണണം. എന്നാൽ മനുഷ്യർ മരിക്കുക ഈ പ്രളയത്തിൽ, ഈ ദുരന്തത്തിൽ, നാടാകെ പ്രതിസന്ധിയില്ല. ആ സമയത്ത് അമ്മായിയപ്പനെ കാണാൻ മാധ്യമങ്ങളാകെ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ പിറ്റേ ദിവസം വന്നിട്ട് പറയാ, അയ്യോ ഞാൻ അവിടെ പോയതല്ല, ഇൻവെസ്റ്ററെ കാണാൻ പോയതാണ്. ഇപ്പോ ഈ കേരളം സംശയിക്കുന്നു, ആ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന MDMA സംഘമാണ് ആ ഇൻവെസ്റ്റർ എന്ന് ഈ കേരളം സംശയിക്കുക. അവരെ കാണാനാണോ ഇത്ര ധൃതിയിൽ നിങ്ങൾ ഹെലികോപ്റ്ററുമായി വന്നത്? കാരണം ഇൻവെസ്റ്ററുടെ പേര് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. ഞാൻ പറയില്ല എന്നാ പറഞ്ഞത്. പിന്നെ നോക്കുമ്പോ മലപ്പുറത്ത് നല്ല ഭക്ഷണം കഴിക്കുക, അതിനൊന്നും നമുക്ക് എതിർപ്പില്ല കേട്ടോ. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനോ ഒന്നും എതിർപ്പില്ല. ആ സമയത്ത് മനുഷ്യർ പ്രയാസപ്പെടുന്ന സമയത്ത് ഭക്ഷണം കഴിച്ച് അത് റീലിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോ അതിലൊരു ഔചിത്യക്കുറവുണ്ട്. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല, നാടാകെ പറഞ്ഞു. അപ്പൊ പറയാ, എനിക്കൊന്ന് ഭക്ഷണം കഴിക്കണ്ടേ? നിങ്ങൾ കഴിക്കണ്ടെന്ന് ആരാ പറഞ്ഞത്? അങ്ങനെ സൽക്കാരത്തിനും ഇങ്ങനെ അമ്മായിയപ്പനെ കാണാനും ഒക്കെ കറങ്ങി നടക്കുന്ന ഈ സതീശൻ നുണ പറഞ്ഞ് അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കുക. ഇപ്പോ ഇതാ ഈ സംഭവത്തിൽ നുണ ആവർത്തിച്ച് നുണ പറയുക. ഈ MDMA സംഘത്തിന് എന്താണ് ഇദ്ദേഹവുമായിട്ട് ഇത്ര അടുപ്പം? ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ കടത്തുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ടാവരുത് എന്നുള്ള, ഞങ്ങൾ അതിൽ വിശ്വാസമില്ല. കാരണം ഈ കടത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ടാവാതിരിക്കണേ എന്ന് ആഗ്രഹിക്കാൻ. കാരണം അതുകൂടി ആയാൽ ഈ കേരളത്തിന് താങ്ങാൻ സാധിക്കില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന്, ഇദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങളിൽ നിന്ന് എന്തോ ഒരു വ്യഗ്രത, ഇങ്ങനെ നുണ പറഞ്ഞ്
ഇവരെ അങ്ങ് സംരക്ഷിക്കാൻ കാണിക്കുന്ന ഒരു അമിത താല്പര്യം, അത് കാണുമ്പോ മേനോൻ സതീശന്റെ പേര് എന്തായി മാറും? MD സതീശനായി മാറൂലേ? അങ്ങനെ ഒരു MDMA സതീശനായി മാറാണ് ഇദ്ദേഹം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരു മടിയുമില്ലാതെ നുണ പറയാ, എനിക്ക് ബന്ധമില്ല. ഞാൻ 2023 അടി കിട്ടിയ കുട്ടികളല്ലേ, അവരെ ഒന്ന് കണ്ടതാണ്, വിളിച്ചതാണ്. 2021, 2022, 2023, 2024, 2025, 2026 ഇവരുമായിട്ട് ബന്ധമുണ്ടല്ലോ. ഇതെല്ലാം പകൽ പോലെ വ്യക്തമല്ലേ? നിങ്ങളുടെ ഓഫീസിനകത്ത് നിങ്ങളുടെ ചിത്രങ്ങൾക്ക് മുമ്പിൽ കസേരയിലിരുന്ന സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയല്ലേ? നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് എഴുതി പിടിപ്പിക്കുന്നത്?